വിചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാൽ അഥാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഃ. രണ്ട് വിഷയമാണ് അവിടെ പരീക്ഷിത്ത് മഹാരാജാവ് ശുഗമഹർഷിയോട് ചോദിക്കുന്നത്. പ്രഥമമായിട്ടുള്ളത് എന്താണ് മുക്തി, ആരാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ, ബ്രഹ്മം എന്താണ്, ഈശ്വരൻ എന്ന് വെച്ചാൽ എന്താണ്, മുക്തി എന്താണ്. രണ്ടാമത്തെ ചോദ്യം, ഈ കാണുന്നതായ സൃഷ്ടി പ്രപഞ്ചം ഇതിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്, ആരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ഇതിൻ്റെ പരിണാമ ദശകൾ എങ്ങനെയാണ്. ഈ രണ്ട് ചോദ്യമാണ്, ആ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ സ്കന്ധം. അതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതാണ് ആദ്യത്തെ ദശകങ്ങൾ. മോക്ഷം എന്താണ്, സർവേശ്വരനായിരിക്കുന്ന ഈശ്വരൻ എന്താണ്, ആരാണ്, ആ സ്വരൂപം എന്താണ് എന്നുള്ളതിൻ്റെ അതെങ്ങനെ പ്രാപിക്കാം. മോക്ഷത്തിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രഥമമായിരിക്കുന്ന മാർഗം ഒരു ശാസ്ത്രരീതിയാൽ പറയുകയാണെങ്കിൽ അഷ്ടാംഗയോഗമാണ്. യോഗ കൊണ്ടാണ് മോക്ഷം പ്രാപിക്കുന്നത്. വേറെ മാർഗങ്ങൾ പലതും ഉണ്ടെങ്കിലും ശാസ്ത്രരീതി, അതിനായിട്ടുള്ള തന്ത്രം, അത് യോഗാഭ്യാസം തന്നെയാണ്. ആ യോഗാഭ്യാസത്തിന് 8 അംഗങ്ങളായിട്ട് പറയുന്നു. അതിനെ ഹഠയോഗമെന്നും രാജയോഗമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ആ 8 അംഗങ്ങൾ, ആദ്യത്തെ 5 അംഗങ്ങൾ ഹഠയോഗമെന്നും പിന്നത്തെ 3 അംഗങ്ങൾ രാജയോഗം. ഇങ്ങനെയാണ് ഇതിൻ്റെ വിഭാഗം. ഇതിൽ ആദ്യത്തെ 5 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരങ്ങൾ, ആ വിഷയങ്ങൾ ഇവിടെ ആദ്യം പ്രതിപാദിക്കുകയാണ്. അതിൽ യമം എന്താണ്, ആസനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രാണായാമത്തിനും പ്രത്യാഹാരത്തിനും കൂടി വിവരിക്കുന്നതാണ് ഈ ശ്ലോകം. പ്രാണായാമം, പ്രത്യാഹാരം. പ്രാണായാമം ഹഠയോഗത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെ ചെയ്യണം പ്രാണായാമം? വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഗുരുപദിഷ്ട മാർഗേണ പ്രാണായാമാൻ സമഭ്യസേൽ. മറ്റുള്ളതിനേക്കാൾ, ആസനം എടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമായിട്ടാണ് പ്രാണായാമത്തിന് പറയുന്നത്. പ്രാണായാമൈരേവ സർവേ പ്രശുഷ്യന്തി മലായിതി. ശരീരത്തിലും മനസ്സിലും എന്തൊക്കെ മലങ്ങളുണ്ടോ, ദോഷങ്ങളുണ്ടോ, മനസ്സുകൊണ്ട് എന്തൊക്കെ വിചാരങ്ങൾ, ചീത്ത വിചാരങ്ങളുണ്ടോ, താമസികമായിട്ടുള്ള ചിന്തകളുണ്ടോ, ഇതിനെയെല്ലാം കഴുകിക്കളയാൻ പ്രാണായാമം പോലെ വേറൊന്നില്ല എന്നാണ് പറയുന്നത്. പ്രാണായാമൈരേവ സർവേ പ്രശുഷ്യന്തി മലാ ഇതി. എല്ലാ മലങ്ങളും ശോഷിച്ചു പോകുന്നു, ശാരീരികവും മാനസികവും. ആചാര്യാണാന്തു കേശാഞ്ചിൽ അന്യൽ കർമ്മന സമ്മതം. വേറൊന്നും വേണ്ട എന്നാണ് പറയുന്നത്, പ്രാണായാമം മാത്രം മതി. ആ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പ്രാണായാമം ചെയ്യരുത്. ശാസ്ത്രാടിസ്ഥാനത്തിൽ ഗുരുമുഖത്തിൽ നിന്ന് അറിഞ്ഞ് ചെയ്യേണ്ടതാണ് പ്രാണായാമം. അഥാസനേ ദൃഢേ യോഗി വശീഹിതമിതാശന ഗുരുപദിഷ്ടമാർഗേണ പ്രാണായാമാൻ സമഭ്യസേ. വശീഹിതമിത അശന. വശിയായിരിക്കണം, ഇന്ദ്രിയങ്ങളെ വശീകരിച്ചവനാവണം പ്രാണായാമം ചെയ്യാൻ. ഹിതമിതാശന, ഹിതവും മിതവുമായിരിക്കുന്ന ആഹാരങ്ങളെ കഴിക്കുന്നവനായിരിക്കണം. അധികമായിട്ട് ആഹാരം കഴിക്കരുത്. എത്ര ആഹാരം കഴിക്കാം അതറിയില്ല. ഇപ്പൊ കലോറിയുടെ കണക്കുകളൊക്കെയാണ് അല്ലേ, എത്ര ആഹാരം കഴിക്കുന്നത് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റുമോ? അതിന് കണക്കുണ്ട്. ദ്വാവംശം പൂരയേ അന്നൈഹി. പകുതി ഭാഗം അന്നത്തെ കൊണ്ട് പൂരണം ചെയ്യണം. എന്തിൻ്റെ പകുതി കഴിക്കണം എന്നാ പറയണ, വെച്ചുണ്ടാക്കിയതിന്റെ പകുതിയല്ല കേട്ടോ. എന്തിന്റെ പകുതി? വയറിന്റെ പകുതിയാണ്. ദ്വാവംശം പൂരയേ അന്നൈഹി തോയേന ഏകം പ്രപൂരയേത്.
ഒരു ഭാഗം വെള്ളം കൊണ്ട് നിറയ്ക്കണം. വായോഹോ സഞ്ചാരണാർത്ഥായ, വായുവിന്റെ സഞ്ചാരണത്തിനായിക്കൊണ്ട് ചതുർത്ഥമവശേഷി, നാലാമത്തെ ഭാഗത്തിനെ ഒഴിച്ചുവിടണം എന്ന് പറഞ്ഞാൽ ആമാശയത്തിന് 4 അറയുണ്ടോ? പശുവിനെ മാതിരി പശുവിന്റെ ആമാശയത്തിന് 4 അറയത്ര. ഒന്നിന്ന് ദഹിച്ചിട്ട് മറ്റേക്ക് പോകും, അങ്ങനെയാണ്. അപ്പോൾ ആ പകുതി ദഹിച്ചത് വീണ്ടും വായയിലേക്ക് വന്ന് അത് അയവിറക്കി വീണ്ടും ഇറക്കി. ഇങ്ങനെയാണല്ലോ പശുവിന്റെ ആഹാരം ദഹിക്കുന്നത്, പുല്ലകല് കഴിക്കുന്നത്. അതുപോലെ മനുഷ്യൻ 4 അറയുണ്ടോ ആമാശയത്തിന്? ഇല്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ആമാശയത്തിന്റെ പകുതി ഭാഗം ആഹാരവും 1/4 ഭാഗം വെള്ളവും 1/4 ഭാഗം ഒഴിച്ചിടൽ. അത് നമ്മൾ പതിവില്ല. ഈ ഒഴിച്ചിടൽ ആർക്ക് ഒഴിച്ചിടണം? വായുവിന് വേണ്ടി ഒഴിച്ചിടാൻ. എന്നാലേ ആ വായുവിന് അവിടെ പ്രവർത്തിച്ചിട്ട് ഈ ആഹാരത്തിനെ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് നിറഞ്ഞിങ്ങനെ ഇരിക്കും. അതിനെ ദഹിപ്പിക്കാനുള്ളൊരു പ്രവൃത്തി എന്നാലേ ദേഹത്ത് പിടിക്കുള്ളൂ കഴിച്ചത്. ആ ദഹിപ്പിക്കുന്ന പ്രവൃത്തി ഈ വായു. ആ വായു പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ചൂടായിട്ട് അവിടെയുള്ള അഗ്നി ഈ ആഹാരത്തിനെ ദഹിപ്പിക്കുന്നത്. അപ്പൊ വായുവും അഗ്നിയും കൂടിയിട്ടാണ് ആഹാരത്തിനെ ദഹിപ്പിക്കുന്നത്. നമ്മൾ പാകം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ? അവിടുത്തെ അഗ്നിയെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ പാകം ചെയ്യാൻ അങ്ങനെ വേണ്ട, ഗ്യാസ് ആയതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് നിർത്തുന്ന തോന്നുന്നു. ഈ ഗ്യാസ് ഉണ്ടെങ്കിൽ വണ്ടി ഓടില്ല. വലിയ താമസമില്ലാണ് നിർത്തേണ്ടി വരും. പഴയ പോലെ ചകിരിയും പട്ടയും ഒക്കെ ആയിട്ട് അതും കിട്ടാനില്ല. പിന്നെ അരി തിന്ന എന്നുള്ള കണ്ടീഷനാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ തീ കത്തിക്കുമ്പോൾ അത് ഊതി കൊടുക്കുന്നുണ്ട്. ആ ഊതി കൊടുക്കുന്നത് വായുവാണ്. ഈ വായു അതിൽ ചെല്ലുമ്പോഴാണ് അഗ്നി ശരിക്ക് കത്തുന്നത്. ഈ വായു നമ്മൾ ഊതി കൊടുക്കണ പോലെ അല്ലാണ്ട് കാറ്റടിച്ചിട്ടാണെങ്കിലോ, അപ്പൊ ഈ അഗ്നിയുടെ നാളെ എങ്ങനെയാ പോവാ? ശരിക്ക് കത്തില്ലേ അത്? ശരിക്ക് കത്തണമെങ്കിൽ അതിന് വായുവിനെ വേണ്ട പോലെ കൊടുക്കണം. അപ്പോഴാണ് അത് ശരിക്ക് കത്തുള്ളൂ. ആ വേണ്ട പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 ഭാഗം വായുവിനായിട്ട് ഒഴിച്ചുവിടാൻ പറയുന്നത്. അപ്പൊ നല്ല ദഹനം ഉണ്ടാവും. ദഹനം ഉണ്ടായാൽ ദേഹത്തിലേക്ക് വേണ്ടതായിട്ടുള്ള സാരാംശത്തിനെ ഗ്രഹിക്കും. ദേഹത്തിൽ വേണ്ടാത്തതായിട്ടുള്ള അംശം അതിലുണ്ട്. ആ അംശത്തിനെ പുറത്തു തള്ളും. ആ പുറത്തു തള്ളുന്നതാണ് മലമൂത്രങ്ങൾ. അപ്പൊ ആഹാരം അത്യന്താപേക്ഷിതമാണ്. അതിൽ നിന്ന് നമുക്ക് നിലനിൽക്കാനാവില്ല. അതിന് കഴിച്ചാൽ മാത്രമല്ല, എങ്ങനെ കഴിക്കണം, എല്ലാറ്റിനും എങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതുപോലെ പ്രാണായാമം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് അത്രേ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഞാനും പ്രാണായാമം ചെയ്യേണ്ടത്, വേറൊരാളും പ്രാണായാമം ചെയ്യേണ്ടത് പറയാം, നമുക്കൊക്കെ പറയാം. പക്ഷേ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ആഹാരം കഴിക്കുന്നുണ്ട്, എങ്ങനെ കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത്. എത്ര നല്ല ആഹാരമായാലും അളവിൽ കൂടുതൽ കഴിച്ചാൽ അത് ദഹിക്കില്ല. അപ്പൊ ആരോഗ്യത്തിന് ആരോഗ്യമാണോ ദേഹത്തിന് സംഭവിക്കുന്നത്? നല്ല ആഹാരം തന്നെ രോഗത്തെ ഉണ്ടാക്കും. അത്യാഹാരം യോഗത്തിൽ പറഞ്ഞിട്ടില്ല. അത്യാഹാരം എന്ന് പറഞ്ഞാൽ അമിതമായിരിക്കുന്ന ആഹാരം. യോഗത്തിലല്ല, എവിടെയും പറഞ്ഞിട്ടില്ല അമിതാഹാരം. അമിതാഹാരം കഴിച്ചാൽ ആരോഗ്യമല്ല, രോഗമാണ്. യോഗം നശിക്കുന്ന കാര്യങ്ങൾ പറയണത് അത്യാഹാര പ്രയാസച്ച പ്രജൽപ്പോ നിയമഗ്രഹ ജനസംഘശ്ച ലൗല്യം ച ഷഡ്ഭിർയോഗോ വിനശ്യതി. യോഗം നശിക്കുന്ന ഭാവങ്ങളിൽ പ്രധാനമായിരിക്കുന്നതാണ് അത്യാഹാരം, അധികമായിരിക്കുന്ന ആഹാരം. ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രാണായാമം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആഹാരക്രമത്തിൽ ആഹാരം തന്നെ കുറയും കഴിക്കുന്നത്. അതിന് നമ്മളൊരു പ്രത്യേകമായിട്ട് അത് കുറയ്ക്കാൻ വേണ്ടി ഒരു ശ്രമം ആവശ്യമില്ല. പല വിഷയങ്ങളും അങ്ങനെയാണ്. സിഗരറ്റ് വലിക്കുന്ന ഒരാള് പ്രാണായാമം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഒന്നുകിൽ സിഗരറ്റ് വലി അല്ലെങ്കിൽ പ്രാണായാമം, രണ്ടും കൂടി പോവില്ല ഒന്നിച്ച്. അയാൾക്ക് സിഗരറ്റ് വലി നിർത്താൻ പറ്റുന്നില്ല. പ്രാണായാമം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ
പ്രാണായാമം തുടങ്ങി, മറ്റുള്ള യോഗമുറകളും ഉണ്ട്. അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വലിക്കാനുള്ള ആ ഒരു പ്രവണത ഉണ്ടല്ലോ, ഇത് കുറഞ്ഞു വരിക. എന്തിനു പറയണു? സിഗരറ്റ് വലി നിർത്തി പ്രാണായാമമായി. അങ്ങനെ ഉണ്ടായത്. പണ്ടൊരാൾ ചെയ്ത പോലെയല്ല. പണ്ടൊരാള് സിഗരറ്റ് വലി നിർത്താൻ വേണ്ടിയിട്ടേ എന്താ വേണ്ടതെന്ന് നോക്കി, ഒരു നിവൃത്തിയില്ല, സിഗരറ്റ് വലി നിർത്താൻ പറ്റണില്ല. എന്നൊരു കാര്യം ചെയ്യാം, പൊടിവലി തുടങ്ങാം, എന്നാൽ സിഗരറ്റ് വലി നിർത്താലോ. പൊടിയിരിക്കാൻ തുടങ്ങി. അപ്പം എന്തായി? സിഗരറ്റ് വലിയായി, പൊടിവലിയായി. ഇതിപ്പോ എന്താ നിർത്താൻ മാർഗം? മുറുക്ക് തുടങ്ങാന്ന് നിശ്ചയിച്ചു. കുറച്ച് കഴിയുമ്പോൾ മുറുക്ക് പോയി. ഇപ്പൊ സിഗരറ്റ് വഴി, പൊടി വഴി, മുറുക്ക് കഴിയുന്നത്. ഇനിയിപ്പോ നിർത്താൻ എന്താ വേണ്ടത് ചോദിച്ചു. ഭാര്യ പറഞ്ഞു ഇനിയിപ്പോ നിർത്താൻ ഒന്നും ചെയ്യണ്ട, ഇനി അടുത്തതാണേ മദ്യപാനേ, അപ്പൊ ഇനി വേണ്ട, ഇവിടെ കൊണ്ട് നിർത്താം, 3 ഉണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞു. ഒന്ന് നിർത്താൻ വേണ്ടി വേറൊന്നും തുടങ്ങിയിട്ട് കാര്യമില്ല. ഇതെന്താ വെച്ചാൽ ദേഹത്തിന് ഈ പ്രാണായാമം കൊണ്ട് ശുദ്ധി വരുമ്പോൾ മലിനമായിട്ടുള്ളൊരു സംഭവത്തിനെ ദേഹം സ്വീകരിക്കില്ല. അതാണ് നിർത്താൻ തോന്നണത്. നിർത്താൻ മനസ്സ് തോന്നിക്കുന്നേക്കാൾ ശരീരം തോന്നിക്കുന്നതാ. അപ്പൊ മനസ്സിലും അതുപോലെ വരും. പക്ഷെ എന്ത് കാര്യം അറിയോ? സൂക്ഷിച്ച് ചെയ്യേണ്ടതാ. ഇത് സൂക്ഷിച്ചല്ലെങ്കിൽ ഭ്രാന്ത്, ചിലപ്പോൾ മാനസിക വിഭ്രാന്തികൾ, ശരീരത്തിൻ്റെ ചില ചലന വൈകല്യങ്ങൾ, വാതരോഗം, ഇങ്ങനെയൊക്കെ സംഭവിക്കും. എനിക്ക് സംഭവിച്ചു കണ്ടുള്ള അനുഭവങ്ങളുണ്ട്. വാതരോഗം, ഒരാൾ പ്രാണായാമം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വെട്ടുവാദം. എന്താ ചെയ്യണം? ഞാൻ പ്രാണായാമം ചെയ്യുന്നുണ്ട്, അതെയോ, അത് നിർത്താൻ. അയ്യോ, അത് നിർത്താൻ പറ്റില്ല, ഞാനത് കാര്യമായിട്ട് ചെയ്തു വരുന്നൊരു സംഭവമാണ്, അതുകൊണ്ട് കുറെ മനസ്സിനും കാര്യങ്ങൾക്കൊക്കെ സുഖമുണ്ട്. സംഭവം ശരിയാണ്, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമല്ലോ. നമുക്ക് ഈ പ്രാണായാമം നിർത്തി വേറൊരു പ്രാണായാമം തുടങ്ങാം. മുള്ളുകുത്തിയായി എടുക്കുന്നത് മുള്ളുകൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ പ്രാണായാമം കൊണ്ട് വന്നിട്ടുള്ളൊരു കീഴിന് പ്രാണായാമം തന്നെ അവിടെ പ്രതിവിധി എന്ന് പറഞ്ഞ് ഇയാളെ പ്രാണായാമം ശാസ്ത്ര രീതിയാൽ ചെയ്യിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വറവാദങ്ങൾ മാറി. അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താ അതിന്റെ കാരണം വെച്ചാൽ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നതായ മഹൽ ശക്തി വായുവാണ്. വായുർമാമഹി ഭഗവാൻ. വായു എന്താ പറയുന്നത്? വായു ഭഗവാനാണ്. വായുവിന് കലയുമുണ്ട്, അകലയുമുണ്ട്. കല എന്ന് പറഞ്ഞാൽ വേണ്ട മാതിരി പ്രവർത്തിച്ച് വിഷയങ്ങളെ നന്നാക്കി കൊണ്ടുപോകുന്നതാണ് കല. അതിനെ തകരാറാക്കി മോശപ്പെടുത്തുന്നതാണ് അകല. ഇപ്പൊ ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ വൃഷ്ടി, മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, പുഴ ഒഴുകുന്നു, വെള്ളം ഒഴുകുന്നു, ഇങ്ങനെ ഋതുക്കൾ മാറി മാറി വരുന്നു. അതാത് ഋതുക്കളുടെ അനുഭവങ്ങൾ നമുക്ക് മനുഷ്യന് ഉണ്ടാവുന്നു, ഭൂമിയിലുണ്ടാവുന്നു. ഇതൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? വായു അതിൻ്റെ കലയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ്. അതിന് തകരാറ് വരുമ്പോൾ അത് അകലയായി മാറും. അകലയാവുമ്പോൾ എന്തായി? ഭൂമി കുലുക്കുണ്ടാവുന്നു, സമുദ്രത്തിൽ വെള്ളം കയറുന്നു, നദിയിൽ ഫ്ലഡ് ഉണ്ടാവുന്നു, കരകവിഞ്ഞൊഴുകുന്നു, അതിവൃഷ്ടി ഉണ്ടാവുന്നു, പിന്നെന്താ, കൊടുങ്കാറ്റടിക്കുന്നു, സുനാമിമാരുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇതെല്ലാം ഉണ്ടാക്കുന്നതും വായുവാണ്. അപ്പൊ എന്ത് വേണം? നമസ്കൃത്യ വായവേ. നമ്മൾ ചെയ്യേണ്ടത് വായുവിനെ നമസ്കരിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളെ പ്രീണിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ധർമ്മം. ഈ അന്തരീക്ഷത്തിലുള്ളതും ലോകത്തുള്ളതും നമ്മെ സ്വാധീനിക്കണം, നമ്മെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ വായു, വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. സസ്യലതാദികൾ. ഇതിനൊന്നും നമ്മൾ ഉപദ്രവിക്കരുത്, പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കണം. ആയുർവേദത്തിൽ പറയുന്ന പ്രധാന ഒരു വിഷയം ജനപദോധ്വംസനീയം. ഈ ജനപദങ്ങളെ ഉധ്വംസിക്കുന്നത്, നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യരുത്. ഭൂമിയിൽ നിന്ന് നമ്മൾ സസ്യങ്ങളെ എടുത്തിട്ടാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഈ സസ്യങ്ങളെ എടുക്കുമ്പോൾ എന്താ
എന്താണ്? അത്യാദാനം ചെയ്യരുത് എന്ന് പറയും. ഭൂമിയിൽ നിന്ന് വേണ്ടതിലധികം നമ്മൾ എടുക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക ഭൂമിക്കായിട്ട്. അതിനെന്താ പേര് പറയാ? പാപം. തസ്യ മൂലമധർമ്മ. അത് അധർമ്മമാണ് എന്ന് പറയും. ഈ ധർമ്മം എന്നൊരു വിഷയം നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ഇത് ഈ അകല എന്നുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സംഭവിക്കില്ല. വായു, വെള്ളം, ആകാശം, അഗ്നി, അല്ലേ? ഈ അഗ്നി തീക്കത്തിപ്പോയി എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ്? അകലയാണ്. ഇതിനെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടു നടക്കുന്നത് വായുവിന്റെ കലയും അകലയുമാണ്. ഇപ്പൊ വാതരോഗം പിടിച്ചു കിടക്കുന്ന മേൽപ്പത്തൂര് ആർത്തനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? എന്റെ വാതരോഗം മാറ്റിത്തരണേ ഭഗവാനെ. വാതാലയേശ, വാതാലയത്തിന്റെ ഈശ്വരനെ. വാതാലയം, വാദത്തിന്റെ ആലയം, ഈ ശരീരം. നമ്മൾ ഓരോരുത്തരുടെയും ശരീരം വാതാലയമാണ്. അതിന്റെ ഈശ്വരനാണ് ആത്മാവ്. മേൽപ്പത്തൂർ ഓരോരോ ഭാഗത്തും പ്രാർത്ഥിക്കുന്നതാണ്. അവിടെ അദ്ദേഹത്തിന് വാതരോഗമാണ്. വാതരോഗം എന്താണ്? ശരീരത്തിലുള്ള വായു അകലയാണ്, കലയല്ലാന്ന്. അത് കലയാക്കുന്നതാണ് നമ്മുടെ ചികിത്സാ പദ്ധതികൾ. അത് ശരീരത്തിനും സംഭവിക്കാം, മനസ്സിനും സംഭവിക്കാം. അത് മനസ്സിന് സംഭവിക്കുമ്പോൾ മാനസിക രോഗങ്ങളാണ്. ഉന്മാദോ വാതരോഗ വിശേഷ. ഉന്മാദം എന്നുള്ളത് വാതരോഗമാണ്. പറയാം ഉന്മാദം എന്താണ്? ഭ്രാന്ത്. അത് മാനസികത്തിന്റെ വിഭ്രാന്തി. ഈ വിഭ്രാന്തി പറഞ്ഞ ഇളക്കമാണ്, ചലസ്വരൂപം, എവിടെ നിൽക്കാതിരിക്കുന്നത്. വായുവിന്റെ പ്രകൃതിയാനുള്ള സ്വഭാവം തന്നെ ചലമാണ്. ആ വായുവാണ് നമ്മുടെ ശരീരത്തിലെ സകല ചലനത്വം ഉണ്ടാക്കുന്നത്. ചലനം എന്നുള്ള പ്രവൃത്തി ഉണ്ടാക്കുന്നത്, ഓരോരോ അവയവങ്ങൾ പ്രവർത്തിക്കുന്നതും, നമ്മുടെ ദേഹത്തിനെ കൊണ്ടു നടക്കുന്നതും, നമ്മുടെ ശരീര ചേഷ്ടകളെ ഉണ്ടാക്കുന്നതും എല്ലാം ആ വായു. ആ പ്രാണവിയോഗം കഴിഞ്ഞാൽ മനുഷ്യൻ ജഡമാണ്. പിന്നെ ഒന്നുമില്ല, ദേഹത്തില് ഒന്നുമില്ല. സമതാം യാരിതാരോഗ്യ, ഒരു മരക്കഷണം പോലെ കിടക്കുന്നു. അവിടെ പ്രജ്ഞയില്ല, വായുസഞ്ചാരമില്ല, ഒന്നുമില്ല. ഈ വായുവാണ്. വായു നാമ ഭഗവാൻ. വായു ഭഗവാനാണ്. നമസ്കൃത്യ വായുവേ എന്നാണ്. ആ വായുവിനെ നമസ്കരിക്കുന്നു. അങ്ങനെ ഓരോരോ ഭൂതങ്ങളെടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ള ശക്തി, കർമ്മം ഈ ലോകത്തെ നിലനിർത്തുന്നതിനുണ്ട്. പൈശ അതാണ് ധീവിഭ്രമ സത്വപരിപ്ലവശ്ച പര്യാകുലാദൃഷ്ടിരധീരതാജ അബദ്ധവാക്തം ഹൃദയം ജജൂന്യം സാമാന്യം ഉന്മാദഗതസ്യ ലിംഗം. ധീവിഭ്രമ. ധീച്ച ബുദ്ധി. അത് വിഭ്രമം ഉണ്ടാവുക, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലായിരിക്കും. സത്വപരിപ്ലവ, മനസ്സ് പ്ലവനം ചെയ്യുക, ചാട, ഒന്നിനൊന്നിലേക്ക് ചാട വിഷയങ്ങളിലേക്ക്. പര്യാകുലാദൃഷ്ടി, കണ്ണ് ഒരിക്കലും ഉറക്കാതിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, പടയ്ക്കുന്ന കണ്ണുകളായിട്ട്. അധീരത, ധൈര്യം ചോർന്നു പോവുക. അബദ്ധവാക്വം, പറയുന്ന വാക്കുകൾ തമ്മിൽ ബന്ധമില്ലാതെ വരിക. ഒരു വിഷയം പറയുമ്പോൾ വാക്കുകൾക്ക് തമ്മിൽ ബന്ധമില്ലാതെ പറയുക, അതാണ് അബദ്ധവാക്വം. ഹൃദയം ച ശൂന്യം, ശൂന്യമായിരിക്കുന്ന ഹൃദയം. ഹൃദയത്തിൻ്റെ അവിടെ നമുക്ക് ശൂന്യത അനുഭവപ്പെടുക. ഇതൊക്കെ ഉന്മാദത്തിന്റെ ലക്ഷണങ്ങളാണ്. എല്ലാം വായുവിൻ്റെ ഉന്മാദം, ഭ്രാന്ത് വായുവിൻ്റെ ലക്ഷണങ്ങളാണ്. എല്ലാവരും ഒരിടത്തേക്ക് തിരിഞ്ഞു നോക്കുക, എനിക്കുണ്ടോ ഈ പറഞ്ഞ ഏതെങ്കിലും? അബദ്ധവാക്വം നല്ലോണ്ട്. അബദ്ധം പറയാ, ബന്ധമില്ലാത്ത വിഷയങ്ങൾ പറയാമെന്നാണ് ഈ അബദ്ധം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് വായു. അപ്പൊ അതിനെ നമ്മൾ നിൽക്കാത്തൊരു സാധനം, ചലമായിരിക്കുന്ന ഒരു വസ്തുവിനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലേശകരായിട്ടുള്ള വിഷയം. നിൽക്കാത്തതിനെ നിർത്തിക്കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് പോകില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ പ്രാണനെ നിർത്തുകയാണ്. പ്രാണനെ കൊണ്ടാണ് മനസ്സ് ചലിക്കുന്നതും മനസ്സ് നിൽക്കുന്നതും. നമുക്ക് ധ്യാനം ചെയ്യണം വെച്ചാൽ ഏകാഗ്രത വേണം. ഏകാഗ്രത കിട്ടുന്നില്ല, കാരണം മനസ്സ് ചാടുന്നു. മനസ്സ് ചാടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ചാടുന്നു? മനസ്സ് ചാടണമെങ്കിൽ വായുവിനെ കൊണ്ടുവരും, പ്രേരണ വേണം ചാടാൻ. ആ പ്രേരണ ഉണ്ടെങ്കിൽ ചാടില്ല. അപ്പൊ വായുവിനെ എന്ത് വേണം? വായുവിനെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ
മനസ്സിനെ നിർത്താൻ പറ്റും. ചലേ വാദേ ചലം ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേ. ചലേ വാദേ, വാദം ചലിച്ചാൽ ചലം ചിത്തം, ചിത്തം ചലമാവും, ചിത്തന്റെ മനസ്സ്. നിശ്ചലേ വാദേ, വാദം നിശ്ചലമായി കഴിഞ്ഞാൽ നിശ്ചലം ഭവേ, നിശ്ചലമായി തീരും മനസ്സ്. വായുവിനെ ആശ്രയിച്ചിട്ടാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തനങ്ങളെ ആത്മാവ് നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കുന്നതോടുകൂടി എന്തിനെ ഉണ്ടാക്കി? വായുവിനെ ഉണ്ടാക്കി. അല്ലെങ്കിൽ സൃഷ്ടി എന്നുള്ള പ്രക്രിയ നടക്കില്ല. ആ വായുവാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൊണ്ട് നടക്കുന്നത്. അതിനെ നിർത്തുമ്പോൾ സൂക്ഷിച്ച് വേണമെന്നാ പറയണ, അല്ലെങ്കിൽ അബദ്ധം. അതിനൊരു പദ്ധതിയുണ്ട് യോഗത്തില്. 3 പ്രാണായാമം. എന്താണ്? പൂരകം, കുംഭകം, രേചകം. പൂരകം ആചമനമാണ്. ബാഹ്യമായിരിക്കുന്ന വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നത് പൂരകം. ഉള്ളിലേക്കെടുത്ത വായുവിനെ ഉള്ളിൽ ദൃഢമായി നിർത്തുന്നത് കുംഭകം. കുംഭിക്കുക, കുംഭം ചെന്ന കുടം പോലെ ഇരിക്കുകയാണ്. കുടത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളം പോലെ കുടത്തിൽ വായുവിനെ നിറച്ചു വെക്കുക. ഇതാണ് കുടം. വീണ ഉടയുന്നതാണല്ലോ കുടം. വീണ പൊട്ടും. ഈ ശരീരമാണ് കുടം. ആ വായുവിനെ പുറത്തു വിടുന്നതാണ് രേചകം. പൂരകം, കുംഭകം, രേചകം. ഇതെങ്ങനെ ചെയ്യണം? 2 വിധത്തിൽ ചെയ്യാം. പ്രാണായാമം പൂരകരേചക കുംഭകങ്ങളാണെങ്കിലും ഇത് 8 വിധമാണ്. സൂര്യഭേദനം, ഉജ്ജായി, സിൽക്കാരി, ശീതളീ, തഥാ ഭസ്ത്രിയ, ഭ്രാമരി, മൂർച്ഛ, പ്രാവനിത്യ, അഷ്ടകുംഭക. 8 തരത്തിലാണ് കുംഭകം പ്രാണായാമം പറയുന്നത്. ഈ പ്രാണായാമത്തിലെല്ലാം എന്തുണ്ട്? പൂരകവും കുംഭകവും രേചകവും ഉണ്ട് എല്ലാറ്റിലും. അതിന് ചെയ്യുന്ന വിധങ്ങൾക്ക് മാറ്റമാണ് ഈ അഷ്ടവിധ പ്രാണായാമം. അഷ്ടവിധ കുംഭകം എന്ന് പറയാം. കുംഭകത്തിനാണ് പ്രാധാന്യം, ഉള്ളിൽ നിർത്തുന്നതിന്. എടുക്കുന്നത് എന്താണ്? നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ശ്വാസം എടുക്കുന്നത് സൃഷ്ടി, നിർത്തുന്നത് സ്ഥിതി, പുറത്തേക്ക് വിടുന്നത് സംഹാരം. എടുക്കുമ്പോൾ സൃഷ്ടി, വിടുമ്പോൾ പ്രളയം. എടുക്കുമ്പോൾ സൃഷ്ടി, വിടുമ്പോൾ പ്രളയം. പ്രളയം ഇത് ഓരോ നിമിഷവും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എടുക്കലും വിടലും, സൃഷ്ടിയും പ്രളയവും. അതിൻ്റെ ഇടയിലുള്ളതാണ് സ്ഥിതി. സ്ഥിതി മാത്രമായിട്ടൊരു പ്രാണായാമമുണ്ട്, കുംഭകം മാത്രമായിട്ട്. അതിൽ ഇടുക്കലും വിടലും ഇല്ല. നമ്മൾ വിചാരിച്ച ഉടനെ മനസ്സുകൊണ്ട് വിചാരിച്ച പ്രാണൻ അവിടെ നിൽക്കുക. അതിന് കേവല കുംഭകം എന്ന് പറയും. അതാണ് ഇതിൽ സിദ്ധി. അത് കിട്ടാൻ വേണ്ടിയാണ് ബാക്കിയുള്ള കുംഭകങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. ആ കേവല കുംഭകം കിട്ടിയിട്ടുള്ള ആൾക്ക് സമാധിയാണ്. വിചാരിച്ച സമയത്ത് വായു നിൽക്കും, മനസ്സ് നിൽക്കും, സമാധിയിരിക്കേണ്ട ലയിക്കും. ഇതതിൻ്റെ തന്ത്രമാണ്. ആ വായുവിനെ, ആ പ്രാണായാമത്തിനെ എങ്ങനെ ചെയ്യണമെന്നാ പറയണവരെ? താരമന്തരമനുജിന്യ സന്തതം. താരത്തിനെ അനുചിന്തനം, എല്ലായ്പ്പോഴും താരത്തിനെ അനുചിന്തനം ചെയ്തുകൊണ്ട് പ്രാണായാമത്തെ ചെയ്യാൻ. പ്രാണവായു അഭിയമ്യ നിർമ്മലാഹ. പ്രാണവായുവിനെ കൊണ്ട് അഭിയമ്യ. പ്രാണവായു അഭിയമ്യ പറഞ്ഞാൽ പ്രാണനെ ആയാമം ചെയ്യുക. ആയാമം എന്ന് വെച്ചാൽ എന്താണ്? ദൈർഘ്യം. വായുവിന്റെ ദൈർഘ്യം എവിടെ? പുറത്താണോ വായുവിന്റെ ദൈർഘ്യം വേണ്ടത്? ഇപ്പൊ രേചകത്തിലല്ല എന്ന കാര്യം ഉറപ്പായി. രേചകം പുറത്തേക്ക് വിടുന്നതാണ്. പൂരകോ ശരീരത്തിൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയത്. അവിടെയല്ല വേണ്ടത്. പിന്നെ എവിടെയാണ് ഈ ദൈർഘ്യം വേണ്ടത്? കുംഭകത്തില്. വായു നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ദൈർഘ്യം ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഉള്ളിൽ നിർത്തുന്നതാണ് പ്രാണായാമം. അതിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന അവസ്ഥ, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് കേവല കുംഭകം. അവിടെ ഉള്ളിലേക്ക് എടുക്കലുമില്ല, പുറത്തേക്ക് വിടലുമില്ല, ഉള്ളിൽ നിന്നും കൊണ്ടുള്ളൊരു സ്ഥിതി. ആ പ്രാണായാമത്തെ ചെയ്യുമ്പോൾ അഭിയമ്യം. അപ്പൊ അതാണ്
ഇതിൽ കണക്കുണ്ട്. ഉള്ളിലെടുക്കുന്നത് 6 മാത്രയാണെങ്കിൽ പുറത്തേക്ക് വിടുന്നത് 12 മാത്രമാണ്. അപ്പോൾ ഉള്ളിലേക്ക് ഇടുന്നു. അത് കഴിഞ്ഞ് ഉള്ളിൽ പ്രാണായാമം കൊണ്ട് നമ്മൾ വായുവിനെയും നിർത്തും. കുംഭകം അതിനോട് അനുബന്ധപ്പെട്ട ക്രിയകൾ അനവധി ഉണ്ട് കേട്ടോ. ഉള്ളിൽ നിർത്താതെ വെറുതെ ഉള്ളിൽ നിർത്തല്ല, അതിനോട് ബന്ധപ്പെട്ട ക്രിയകൾ പലതുമുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര നേരം ആചരിക്കാറാവണം, എന്നിട്ട് പുറത്തേക്ക് വരാം. അപ്പൊ ദൈർഘ്യം എവിടെയാ? ഈ കുംഭകത്തിൽ ഈ ഇരിക്കണ നേരം കൂട്ടനാണ് ദൈർഘ്യം. അപ്പൊ പ്രാണായാമം ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് 1 മാത്രയാണെങ്കിൽ 4 മാത്ര പുറത്തേക്കും 4 മാത്ര ഉള്ളിലും 2 മാത്ര പുറത്തേക്കും. 1:4:2. 1 മാത്ര ഉള്ളിലേക്കാണെങ്കിൽ 4 മാത്ര ഉള്ളിൽ നിർത്തണം. അത് കഴിഞ്ഞ് 2 മാത്ര പുറത്തേക്ക് വിടണം. അപ്പൊ നമ്മൾ 6 സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ 24 സെക്കൻഡ് ഉള്ളിൽ നിർത്തി 12 സെക്കൻഡ് നേരം പുറത്തേക്ക് വിടണം എന്നർത്ഥം. അതെങ്ങനെ വേണം? 2 തരത്തിൽ ചെയ്യാം പ്രാണായാമം. മന്ത്രത്തോടു കൂടി ചെയ്യാം, മന്ത്രമില്ലാണ്ട് ചെയ്യാം. മന്ത്രത്തോടു കൂടി ചെയ്യുന്ന പ്രാണായാമം സഗർഭം, ഗർഭത്തോടു കൂടിയിട്ടുള്ളത്. ഗർഭം വെച്ചാൽ അവിടെ മന്ത്രത്തോടു കൂടിയിട്ടുള്ളത് എന്നർത്ഥം. നിഗർഭം, മന്ത്രമില്ലാതെ ചെയ്യുന്നത്. എന്ത് മന്ത്രം? താരമന്തരമനിലിന്ദ്യ സന്തതം. താരമന്ത്രത്തിനെ ഉപയോഗിക്കാനാണ് പറയുന്നത്. താരമന്ത്രം എന്താണ്? ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ. എന്താണത്? ഓംകാരം, പ്രണവധ്വനി. എല്ലാ ധ്വനിയുടെയും അന്തരാത്മാവായിരിക്കുന്ന ധ്വനിയാണ് ഓംകാരം. അത് ഭാഷയല്ല, ശബ്ദമാണ്. ഓം ഏത് ഭാഷയിലാ? ഏത് ഭാഷയില? അത് ധ്വനിയാണ്. ഓം എന്നുള്ളത് ഭാഷയല്ല, ഭാഷണം ചെയ്യല്ല, അതിൽ നിന്നാണ് ഭാഷ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓം എന്നുള്ളത് ശബ്ദശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. വായ തുറന്നാൽ വായ കൂട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് ഓംകാരം, പ്രണവധ്വനി. പ്രണവം പ്രകർഷേണ നമസ്കരിക്കേണ്ടതായിരിക്കുന്ന ശബ്ദം. വായ തുറക്കുമ്പോൾ അപ്പൊ ശബ്ദമില്ല, മൈക്ക് ഓഫ് ചെയ്ത പോലെ. മൈക്ക് ഓൺ ചെയ്താൽ വായ തുറന്നടയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ആ എന്നുവെച്ചാലോ ആ ആ അതിൻ്റെ ഇടയിൽ എന്തോന്നുണ്ടല്ലോ. ആന്നും പറഞ്ഞതിൻ്റെ ഇടയിൽ എന്തോന്നുണ്ട്. അത് എങ്ങനെയാണ്? സൈലന്റാ. അതെന്താ? ആ എന്ന് വെച്ചാലോ വായ തുറന്ന് നമ്മൾ വായ അടയ്ക്കേണ്ട ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. വായ തുറന്നാൽ ആദ്യം വായ തുറക്കണ ശബ്ദം, തുറന്നു പിടിച്ച ശബ്ദം, അടയ്ക്കുന്ന ശബ്ദം. അകാര ഉകാരം അകാരങ്ങളാണ് ഈ ശബ്ദം. അകാരം സൃഷ്ടിയായിട്ടും, ഉകാരം സ്ഥിതിയായിട്ടും, മകാരം സംഹാരമായിട്ടും. പൂരകം ആ, കുംഭകം ഉ, രേചകം മ, ആ ഉ മ. ഓം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? മണി അടിച്ചാൽ എന്താ ബാക്കിയുള്ളത്? മണി ഖണ്ഡാനാദം ഓംകാരാത്ര പ്രണവധ്വനിയാണ്. കഴിഞ്ഞോ? എന്നുവെച്ചാൽ നാദം ബാക്കി നിൽക്കേണ്ട ശബ്ദം കഴിഞ്ഞാൽ. അകാര ഉകാരങ്ങൾ മകാരങ്ങൾ കഴിയുമ്പോൾ ഒരു നാദം ബാക്കി നിൽക്കുന്നുണ്ട്. നാദം കഴിഞ്ഞാൽ പിന്നെ എന്താ? ഇനി നിങ്ങൾ പറയണം, നാദം കഴിഞ്ഞാൽ എന്താന്ന് പറയാൻ കഴിയില്ലേ? നാദബിന്ദു കലാസ്വരൂപിണി. നാദം ബിന്ദു കല. നാദത്തിൽ ശബ്ദമില്ലല്ലോ. നാദ ശബ്ദമുണ്ട്, പക്ഷെ സ്വരങ്ങളില്ല. ആ ഉ മ കഴിഞ്ഞ അവിടെ.
ആ ശബ്ദം കഴിഞ്ഞ് മകാരം കഴിഞ്ഞിട്ട് ആ റെസൊണൻസ്, അതിൻ്റെ ധ്വനി, ആ ധ്വനി ആണിപ്പോൾ ഈ നമ്മൾ മണിയടിക്കുമ്പോൾ കേൾക്കണം. മകാരങ്ങൾ കഴിഞ്ഞിട്ടുള്ള ധ്വനി നിൽക്കുക. അതതിൻ്റെ സൂക്ഷ്മത്തിലേക്ക് പോവുകയാണ് ഓങ്കാരത്തിൻ്റെ. അത് മനസ്സിലാക്കണം. തിരിച്ചുള്ള പോക്കാണ്. ശബ്ദം കഴിഞ്ഞ് തിരിച്ചുള്ള പോക്കാണ്. ആ സൂക്ഷ്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കഴിയുന്നതായിട്ടുള്ള, ആ വായുവിൻ്റെ ചലനം നിൽക്കുന്നതായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ബിന്ദു. ബിന്ദു ബിന്ദു എന്നുവെച്ചാൽ സൂക്ഷ്മമായിരിക്കുന്ന അവിടെ നിന്നാണ് തുടങ്ങുന്നത് ശബ്ദം. അത് കഴിഞ്ഞാലുള്ളതാണ് ഏത് ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത്. അവിടെയാണ് കല. കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ഈ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള തത്വം. എന്താണത്? ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ. അതാണ് കല. കലയിൽ നിന്ന് ബിന്ദുണ്ടായി, ബിന്ദുവിൽ നിന്ന് നാദമുണ്ടായി, നാദത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ശബ്ദം തിരിച്ച നാദത്തിൽ പോയി, നാദം ബിന്ദുവിൽ പോയി, ബിന്ദു കലയിൽ പോയി. സൃഷ്ടി പ്രളയം. സൃഷ്ടിയിൽ ആദ്യം ഓംകാരം, അകാരോകാരം, അകാരങ്ങൾ തിരിച്ച് പ്രളയത്തിലേക്ക് പോയി. നാദബിന്ദുകല. അതാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. കുണ്ടലിന്റെ സ്ഥാനം മൂലാധാര ശക്തിയാണ്. എല്ലാവർക്കും കുണ്ടലിനി ശക്തി ഉണ്ട്. 3 അവസ്ഥയാണല്ലോ മനുഷ്യന്റെ അവസ്ഥാത്രയങ്ങൾ. ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. മനസ്സുണർന്നിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ വ്യാപൃതമാണ്, വിഷയങ്ങൾ വ്യാപൃതമായി ചിന്തയോടുകൂടിയിരിക്കുന്ന മനസ്സ് ജാഗ്രത. സ്വപ്നാവസ്ഥ, ഉറക്കം എന്നുള്ള അവസ്ഥ. സ്വപ്നം കാണലല്ല സ്വപ്നാവസ്ഥ, ഉറങ്ങുന്ന അവസ്ഥ. അവിടെ മനസ്സെന്താണ്? മൈൻഡ് ഈസ് അറ്റ് റെസ്റ്റ്. മനസ്സ് വിശ്രമിക്കുന്നതാണ്. മനസ്സ് പുരീനാഡിയിൽ പോയി ഒളിക്കുന്നാണ് നമ്മളെ ശാസ്ത്രം പറയാം. ശരീരത്തിൽ പുരീനാഡി എന്നൊരു നാഡിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വ്യാപാരങ്ങളിലെല്ലാം വായു ആ മനസ്സിനെ കൊണ്ടുവന്ന് പുരീനാഡിയിൽ ഇരിക്കുമ്പോൾ മനസ്സും ശരീരവും ഉറങ്ങും. സുഷുപ്തി, ഗാഠമായിരിക്കുന്ന നിദ്ര, സുഷുപ്തി. അവിടെ ഒന്നും അറിയുന്നില്ല. ഇതിനും അതീതമായിട്ട് മനസ്സിന് വേറൊരവസ്ഥയുണ്ട്. അത് സാധാരണ ജാഗ്രത അവസ്ഥയേക്കാൾ ഉയർന്ന അവസ്ഥയാണ്. ഉന്മനി, മനസ്സിന്റെ ഉന്നമിതമായിരിക്കുന്ന അവസ്ഥ. അതാണ് നമ്മൾ പറഞ്ഞ ധ്യാനത്തിലും സമാധിയിലും എല്ലാം. ഉറക്കം പോലെ തന്നെ മനസ്സ് അതിൻ്റെ മറ്റേ അറ്റത്ത്. ഉറക്കം എന്ന് പറഞ്ഞാൽ തമോ ഗുണം പ്രധാനമാണ്. അവിടെ നമ്മൾ ഒന്നും അറിയുന്നില്ല. ആ ഒന്നും അറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ എന്താണ്? ഗാഠനിദ്രയാണ്, സുഷുപ്തിയാണ്. ഉന്മന്യാവസ്ഥയിലോ ഒന്നും അറിയുന്നില്ല, എല്ലാം അറിയുന്നുണ്ട്, പൂർണ്ണമായും ഉണർന്നിരിക്കുന്ന അവസ്ഥ. എന്നാലോ ലോകം ഉറങ്ങി ഉണർന്നിരിക്കുക. ആ ആളുടെ മനസ്സിലെ ലോകം ഉറങ്ങിക്കിടക്കുകയാണ്, ആ സമയത്ത് ആള് ഉണർന്നിരിക്കുന്ന ഉന്മന്യാവസ്ഥ. അതാണ് സമാധി. പ്രാണായാമം ചെയ്യണോ? ഈ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ, മൂലാധാര ചക്രം, എല്ലാം ചക്രമാകുമ്പോഴേ നിലനിൽക്കും. ഇളകുന്ന സാധനം ചക്രമല്ലെങ്കിൽ അതതിൻ്റെ പാട്ട് പോകും, ഇല്ലേ? ഒരു ദിക്കിന്ന് വേറെ ദിക്കി പോകുന്നതാണല്ലോ ഇളകുന്നത് എന്ന് പറയുന്നത്. ഇളകുന്നതേ നിർത്താൻ എന്തേ പറ്റുള്ളൂ? ചക്രം. ചക്രം പോലെ പരിവർത്തിക്കുക. അങ്ങനെ പരിവർത്തിക്കുക കിടന്നാൽ അത് അവിടെ തന്നെ കിടന്ന് സൈക്കിൾ ചെയ്യുന്നല്ലാതെ പുറത്തേക്ക് എടുക്കില്ല. അതുപോലെ ശരീരത്തിലുള്ള നമ്മുടെ ശക്തിവിശേഷങ്ങളുടെ ചക്രത്തിൽ നിർത്തിയിരിക്കുക. ചക്രം പ്രാണന്റെ സ്ഥാനമാണ് മനസ്സിൻ്റെ. നമുക്ക് ഈ ഇവിടേക്കതായ ഇലക്ട്രിക് കറണ്ടും കാര്യങ്ങളും കൊണ്ട് അവിടെ ഒന്ന് സ്വിച്ചിട്ട് പോയി, മറ്റേത് ഒക്കെ റെഗുലേറ്റർ കാര്യങ്ങളൊക്കെ വെച്ച്, മീറ്റർ, മെയിൻ സ്വിച്ച്, പല സംഭവങ്ങളാണ്. അതിനൊക്കെ നിയന്ത്രിക്കുന്ന വേറെ ഘടകം അവിടെ, ട്രാൻസ്ഫോമർ, അതിൻ്റെ അപ്പുറത്തെ പവർ ഹൗസ്, ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. എത്ര വോൾട്ട്, എത്ര വാറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ എനർജി, ഇലക്ട്രിക് എനർജി. ഈ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടതായിട്ടുള്ള അതേ ശക്തി മാത്രമേ വരുന്നുള്ളൂ.
കൂടുതലായിട്ടുള്ള ഒരു കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ട്. അതല്ല എന്ന് വെച്ചാലോ നേരെ പവർ ഹൗസ് എന്നുള്ള അതേ എനർജി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല, എല്ലാം കൂടി പൊട്ടി തെറിച്ചു പോകും അല്ലേ? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം അതിനെല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. വേണ്ടതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ശബ്ദം കിട്ടുന്നു, അത് വേണ്ട പോലെ പ്രവർത്തിക്കുന്നു. അതതിൻ്റെ കലയാണ്. മറ്റേത് അകലയാണല്ലോ. അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാണവായു ശരീരത്തിലുണ്ട്. അത് എല്ലാ ദിക്കിലും ഇങ്ങനെ സഞ്ചരിക്കുക. നമ്മളിതിനെ ആയാമം ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കുക, പ്രാണായാമം ചെയ്തിട്ട്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇത് ഈ ഇലക്ട്രിക് കമ്പിയുടെ ഉള്ളിൽ കൂടെ കറണ്ട് വളരെയധികം വേണ്ടതിലധികം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഫ്യൂസൊക്കെ പോകുക. അതുപോലെ ഫ്യൂസ് പോയി ചിലപ്പോൾ. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാനങ്ങൾ, ഷഡ്ചക്രങ്ങൾ, ഷഡാധാരം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ചക്രങ്ങൾ നമ്മളുടെ സുഷുമ്നാ നാഡി അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. നട്ടെല്ലിൻ്റെ ഭാഗത്തായിട്ട് മൂലാധാരം മുതൽ ഏതുവരെ ഭൂമധ്യം വരെ 6 ചക്രങ്ങളുണ്ട്. എവിടെ ചക്രം? പൊളിച്ചു നോക്കുക, കാണില്ലേ? ഭഗവാൻ തൂണിലുണ്ട് പറഞ്ഞ് നമ്മൾ തൂണ് പൊളിച്ചു നോക്കിയാൽ വരില്ല, ഭക്തന് വരും. അതുപോലെ കാണാത്ത വിഷയങ്ങളെ കാണാതാക്കുന്നത് ഈ വസ്തുക്കളിൽ കൂടെയാണ്. കാണാത്ത വസ്തു എങ്ങനെ കാണുക? അതിനെ കാണാതാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ കൂടെ എന്നെ കണ്ടോളൂ എന്നാണ്. ഇന്ദ്രിയങ്ങൾ കൂടെ നമുക്ക് എന്തിനെ കാണാം? വിഷയങ്ങളെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്. രൂപരസഗന്ധ സ്പർശങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്, ലോകത്തെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്തിനു വേണ്ടി അത് സൃഷ്ടിച്ചു? കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജം ഇത്യേവം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. പൂർവമാലോചിത. ഞാൻ വിവരമില്ലാത്ത കാലത്ത് അങ്ങനെ വിചാരിച്ചായിരുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ, അല്ല നാരായണ ഭട്ടതിരി. അങ്ങയുടെ സൃഷ്ടിചേഷ്ട മഹാകഷ്ടം തന്നെ. ഈ ജീവഭാക്കുകളെ ഭൂമിയിൽ തളച്ചിട്ട് അവരെ കഷ്ടപ്പെടുത്തുക, എന്നിട്ട് അങ്ങനെ ലീല കളിക്കുക, അങ്ങ് ചെയ്യുന്നത് മഹാകഷ്ടാണെന്ന് തോന്നുന്നു പറയും. പിന്നെ എനിക്ക് മനസ്സിലായി എന്നാണ്, അല്ല ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ ഭക്തജനവൃന്ദം മോക്ഷത്തിനെ പ്രാപിക്കുക? അവിടെയാണ് പിടിക്കുക. അപ്പൊ 2 കാര്യമുണ്ട് ഇതില്. അതുകൊണ്ട് ഞാൻ പിന്നെ മനസ്സിലാക്കി, ഏത് തിരക്കടില്ല, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങയുടെ സൃഷ്ടിചേഷ്ട കഷ്ടമല്ല, ശരിയാണ് എന്നുള്ള കാര്യം. അത് ഞാൻ പിന്നെ മനസ്സിലാക്കി. അപ്പൊ ഈ ശരീരം നിലനിൽക്കുന്ന ഈ 6 ചക്രങ്ങളിലുള്ള വായുവിന്റെ ഗതിയാണ്. അതിൽ കൂടെ ജീവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, മുകളിലേക്കും താഴേക്കും. ഒരു സർക്കസുകാരൻ ഏതുപോലെയാണോ ഞാനമ്പ് കളിക്കുന്നത്, കയറ് തൂക്കിയിട്ടിട്ട് ആ കയറിന് മുകളിലേക്ക് കീറും, അതേമാതിരി താഴേക്ക് വരും. അതുപോലെ ഈ ചക്രങ്ങളുടെ ഉള്ളിൽ കൂടെ പോകുന്നതായ സുഷുമ്നാ നാഡി, അതില് ഒരു സർക്കസുകാരൻ രജ്വാം കൊല്ലാടിയോ യഥാ, കൊല്ലാടിയ സർക്കസുകാരൻ രജ്വാം കയറിന് മുകളിൽ പിടിച്ച് കളിക്കുന്ന പോലെ മുകളിലേക്കും താഴേക്കും സദാസമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേഹത്തിലെന്ന് മനസ്സിലാവുണ്ട? പ്രാണസമാരൂഢ രജ്വാം കൊല്ലാടിയോ യഥ. നമ്മുടെ ജീവൻ പ്രാണസമാരൂഢനായിട്ട്, പ്രാണനോട് കൂടിയിട്ട് രജ്വാം കൊല്ലാടിയോ യഥ. ഒരു കൊല്ലാടിക സർക്കസുകാരൻ കയറിന്റെ മുകളിലേക്കും താഴേക്കും ഇറങ്ങുന്നത് പോലെ മൂലാധാര ചക്രം മുതൽക്ക് ഈ പ്രാണനും പിന്നെ ജീവനും കൂടി സഹസ്രവൽപ്പം വരെ പോയി വീണ്ടും താഴേക്ക് ഇറങ്ങുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ നല്ലൊരു ആരാണ്? വിശ്വകർമാവാണ്. നല്ലൊരു ആശാരിപ്പണി അറിയുന്ന ആളാണ്. എല്ലാവർക്കും ഇങ്ങനെ വേണ്ട പോലെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എല്ലാ മനുഷ്യനും അതുപോലെ 72,000 നാഡികള്, സുഷുമ്നാ നാഡി, ഇടാനാഡി, പിങ്കളാ നാഡി, ഇങ്ങനെ ഒരു മനുഷ്യനെ വളരെ കോംപ്ലക്സ് സിസ്റ്റം. ഒരു മനുഷ്യനില്ലേ, ഈ മനുഷ്യരാശി മതിയോ? അങ്ങനെ ഓരോരോ ജീവജാലങ്ങളും. പഴനിയിൽ
ചതുരശീതി ലക്ഷാണി 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നാണ്. എന്നിട്ടോ അങ്ങനെ ഭഗവാന്റെ സ്ഥിതിയോ നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം. ആ ഭഗവാൻ എങ്ങനെയാണ് നിർവ്യാപാര, ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നിർവ്യാപാരനാണ്, ഒരു പ്രവൃത്തിയില്ല എന്ന് പറയുന്നത്. നിഷ്ക്രിയൻ, നിഷ്കാരണം. ഇതിനൊന്നും കാരണം അദ്ദേഹമല്ല. കാരണമായിരുന്നുവെങ്കിൽ എന്താണ്? കാര്യവും നിത്യമായിരുന്നു. ഭഗവാൻ നിത്യല്ലേ? കാരണം കാര്യം ഉണ്ടാകുമ്പോൾ രണ്ടും നശിക്കും. ഇത് നാശമില്ലാത്തതാണ്. അപ്പൊ നിഷ്കാരണം അജ. അപ്പൊ പറഞ്ഞു അജാന്നേ, ജന്മമില്ലാത്തവനെ. പിന്നെ എന്താ ഭഗവാൻ ചെയ്തേ? സൃഷ്ടിക്കല്ല ചെയ്തേ. യൽക്രിയാം ഈക്ഷണാഖ്യാം. ഒറ്റ ക്രിയയിലൂടെ ഒരു നോട്ടം ഇങ്ങനെ നോക്കിയാ അവിടെ നിന്ന് എണീക്കും ബ്രഹ്മാവ്. എന്നിട്ട് തറമയെ സൃഷ്ടി. അപ്പൊ ആരാ സൃഷ്ടിച്ചത്? ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത്. ആ ബ്രഹ്മാവ് ആരാ? എവിടെ നിന്നുണ്ടായി? ഭഗവാനിൽ നിന്ന് ഉണ്ടായി. ആ ബ്രഹ്മാവിനെ ഒരു നോട്ടം നോക്കിയപ്പോൾ ബ്രഹ്മാവുകൾ പുറത്തേക്ക് വന്നു എന്നാണ്. പിന്നെ ആ ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ തുടങ്ങി. എങ്ങനെ? ഹിരണ്യഗർഭനായിട്ട്. അതിൽ നിന്നുണ്ടായ സൃഷ്ടികളാണ് ബാക്കി. എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ നിന്നുണ്ടായിരുന്നതെല്ലാം. അതാണ് കേവലേച്ഛ. നമ്മുടെ ഇച്ഛ പോലെയല്ല കേവലേച്ഛ. കേവലേച്ഛയിലൊന്നുമില്ല ഇച്ഛ. എന്തിന്? ഉത്തരമില്ലാത്ത ചോദ്യം. എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട്, ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരമില്ല. എന്തിന്? ഇതിന്റെ ഉത്തരമാണ് ഇച്ഛ. ലീലയ്ക്ക് പിന്നെ വരുള്ളൂ. ആദ്യം ഇച്ഛ. അങ്ങനെ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി, ഓരോരുത്തർക്കും ഉണ്ട് കുണ്ടലിനി. എല്ലാവർക്കും കുണ്ടലിനി ശക്തിയുണ്ട്, പ്രയോഗത്തിലില്ല. കുണ്ടലിനി എങ്ങനെയാണ്? ഉറങ്ങിക്കിടക്കുകയാണ്. സുപ്ത. എന്തിനാ അവിടെ ഉറങ്ങിക്കിടക്കണ? ബന്ധനായ മൂഢാനാം സുപ്ത മോക്ഷായ യോഗിനാം. മൂഢന്മാരെ ഈ സംസാരത്തിൽ ബന്ധിക്കാൻ വേണ്ടിയിട്ടും യോഗികളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടും സുപ്ത കുണ്ടലിനി ഉറങ്ങിക്കിടക്കണം. അത്ര മൂലാധാരത്തിൽ രണ്ട് പ്രവൃത്തിയാണ്. മൂഢന്മാരെ ബന്ധിപ്പിക്കാൻ, യോഗികൾക്ക് അവരെ മോചിപ്പിക്കാൻ. പറഞ്ഞാൽ ഇത് ഉറങ്ങിക്കിടക്കുമ്പോൾ ബന്ധനസ്ഥനാണ്, മൂഢനാണ്. ഉണർന്നു കഴിഞ്ഞാൽ യോഗിയാണ്, സമാധിയാണ്. ഈ ശക്തിയെ ക്രമത്തിൽ ഉണർത്താനുള്ളതാണ് പ്രാണായാമം. ആ ശക്തി എങ്ങനെയാണ്? ത്രിഗുണാത്മകമാണ്. കാരണം ഇത് പ്രകൃതിയാണ്. എന്റെ പ്രകൃതി ത്രിഗുണാത്മകമാണ്. സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണ്. അതെന്താണ്? സൃഷ്ടിസ്ഥിതി സംഹാരത്തിനെ ദ്യോതിപ്പിക്കുന്നതാണ്. അകാര ഉകാരം അകാരങ്ങളോടുകൂടിയ ഓംകാരത്തോടു കൂടിയതാണ്. അതാണത്. 3.5 ചുറ്റാണ്. 3 ചുറ്റല്ല, 3.5 ചുറ്റാണ്. ഇനി സർപ്പസ്വരൂപിണി, പാമ്പിന്റെ രൂപത്തില് ത്രിവലയാന്യത, 3 വലയമായിട്ട് മൂലാധാരത്ത് നമ്മളൊരു ശിവലിംഗം കൽപ്പിക്കുകയാണ്. ആ ശിവലിംഗത്തിന് 3 ചുറ്റായിട്ടാണ് ഇത്. 1.5 ചുറ്റുണ്ട് അതിന്റെ തല, അത് ഉള്ളിലേക്ക് പോയിരുന്നു. അതിന്റെ ശിരസ്സുണ്ടല്ലോ, ഉത്തമാംഗം, അത് ഉള്ളിൽ പോയിട്ടാണ് 3 ചുറ്റ്. ആ അരച്ചിട്ട് എന്താ? അവിടെയാണ് കാര്യം കിടക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നമുക്ക് മനസ്സിലായി. എന്താ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ? എവിടെയുള്ളൂ? ഭഗവാനല്ല, അത് പ്രപഞ്ചത്തിനേ ഉള്ളൂ. പിന്നെ ഒരു അരച്ചുറ്റി ബാക്കിയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ നാദം. ആ ഉ മ എന്ന് കഴിഞ്ഞ നാദം ബാക്കി നിൽക്കുന്നില്ലേ? ആ നാദം എന്താണ്? ഈ കുണ്ടലിന്റെ ഉള്ളിലേക്കുള്ള തല എന്താണ്? അരച്ചിട്ട്. ഇത് രണ്ടും എന്താണ്? പറയൂ. പോരെ? ആ നാദമാണ് നാദബ്രഹ്മം. ഈ അരയാണ് അതിലത്തെ സത്യാവസ്ഥ. അതെങ്ങനെയാണ് അവിടെ കിടക്കുന്ന? ജീവാത്മാവില്
ശിവശക്തി സംയുക്തമാണ്. കുണ്ടലിനി ശക്തിയായിട്ടും മൂലാധാരത്തിലുള്ള ശിവലിംഗത്തിന് ചുറ്റിയ ശിവസ്വരൂപം. ഇത് എന്താണ്? വ്യക്തി ജീവാത്മാവ്. ഇത് ഉണർന്നു വരുമ്പോൾ ഓരോരോ ചക്രങ്ങൾ കൂടി ആ കുണ്ടലിനി മുകളിലേക്ക് കയറി അവസാനം സഹസ്രതല പത്മം എന്ന് പറയുന്ന ശിരസ്സിലുള്ള പത്മത്തില് കർണികയിൽ പോയിട്ട് അമൃതപാനം ചെയ്ത് തൂങ്ങിക്കിടക്കുകയാണ്. ആ അമൃതത്തിനെ ഭുജിക്കുമ്പോൾ ആ യോഗിക്ക് എന്താണ്? ഒന്നും ഇല്ല. ആഹാരം വേണ്ട, ന നിദ്ര, ന ഭയം, ന ആലസ്യം, ഒന്നുമില്ല. ആഹാരമില്ല, ഉറക്കമില്ല, ഒന്നുമില്ലാതെ അതാണ് തപസ്. ആ സമാധിവസ്ഥ കഴിയുമ്പോൾ ഈ കുണ്ടലിനി ശക്തി ഓരോരോ ചക്രങ്ങൾ കൂടി വീണ്ടും ഇറങ്ങി മൂലാധാരത്തിൽ വരുമ്പോൾ ഈ സമാധി ഉണർന്നിട്ടുള്ള യോഗി സാധാരണ പോലെ വീണ്ടും സമാധിയെ പ്രാപിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ സമാധി പ്രാപിച്ചിട്ട് മോക്ഷത്തെ എങ്ങനെ പ്രാപിക്കുന്നു എന്നുള്ള വിഷയമാണ് ഈ ദശകത്തിൽ. അഷ്ടാംഗയോഗങ്ങളെ കൊണ്ട് കുണ്ടലിനി പ്രബോധമുണ്ടായി ഓരോരോ ചക്രങ്ങളെ കീഴ്പ്പെടുത്തി ഓരോരോ ചക്രങ്ങൾ ഓരോരോ ഭൂതങ്ങളാണ്. മൂലാധാര ചക്രം മൂലത്തിലിരിക്കുന്നതായ ചക്രം പൃഥിവിയാണ്. അതിനധിഷ്ഠാന ദേവതയുണ്ട്. എന്താണ് അധിഷ്ഠാന ദേവത? ബ്രഹ്മാവ്. അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ ലിംഗപ്രദേശത്തിന് തൊട്ടിരിക്കുന്നതാണ് ആ ചക്രം. അത് വെള്ളമാണ് അതിൻ്റെ തത്വം. അപ്തത്വം, പഞ്ചഭൂതങ്ങളുടെ ജലാംശം. ജലത്തിലിരിക്കുന്നതാരാണ്? വിഷ്ണു. വിഷ്ണുവാണ് അധിദേവത. അതിനൊക്കെ ദേവതകളുണ്ട് എന്നാ പറയുന്നത്. മണിപൂരക ചക്രം നമ്മുടെ നാഭിയിലാണ്, അഗ്നിതത്വത്തെ വഹിക്കുന്നതാണ്. അവിടെ രുദ്രൻ. ഇങ്ങനെ ഓരോരോ ചക്രങ്ങൾക്കും ഓരോരോ ഭൂതങ്ങളാണ്. അനാഹതെത്തുമ്പോൾ വായു, വിശുദ്ധിയിലെത്തുമ്പോൾ ആകാശം, ഇവിടെ എത്തുമ്പോൾ അവിടെ രണ്ടേ ഉള്ളൂ. ശിവശക്തിയുക്തോ യതി ഭവതി ശക്തപ്രഭവിതും രണ്ടായിട്ടാണ്. സഹസ്രാരത്തിലെത്തുമ്പോഴോ 1000 അനന്തമാണ്. സഹസ്രം എന്നുള്ള വാക്കുപയോഗിച്ചത് 1000 വേണ്ടിയല്ല, അവിടെ അനന്തമാണ്. അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹസ്രഫണ സംയുക്തനായ അനന്തൻ എന്നാ പറയുന്നത്. 1000 ഫണങ്ങളോടുകൂടിയിരിക്കുന്ന അനന്തൻ. 1000 ഫണങ്ങളോടുകൂടി അനന്തനല്ല, അവിടെ 1000 എന്നുള്ള വാക്കിന് അനന്തം, അന്തമില്ലാത്തത്. അന്തമില്ലാത്തതെന്ന് വെച്ചാൽ അവസാനമില്ല. അന്തം കൊണ്ടും ഇല്ലാത്തതെന്നല്ല, അന്തമില്ലാത്തത്, ഇഷ്ടമില്ലാത്തത്, അവസാനമില്ലാത്തത്. അപ്പോ അകാര ഉകാരം അകാരങ്ങളാകുന്ന പ്രണവധ്വനി, ആ പ്രണവധ്വനിയോട് കൂടിയിട്ട് പ്രാണായാമം ചെയ്താൽ താരമന്തരമനുജിഞ്ച സന്തതം, അതിനെ ജപിക്കാനാ പറയുന്ന പ്രാണായാമത്തില്. എങ്ങനെ ജപിക്കണം? ജപം വാചിക ജപമുണ്ട്, മാനസിക ജപമുണ്ട്. വാക്കുകൊണ്ട് ജപിക്കുന്നത്, മനസ്സുകൊണ്ട് ജപിക്കുന്നത്. അതന്നെ ഉച്ചം, ഉപാംശു, മാനസം, ധ്യാനം. ഉച്ചമായിട്ട് ജപിക്കുന്നത്, ഉറക്കെ ജപിക്കുന്നത്, എല്ലാവരും കേൾക്കാൻ നോക്കണം. ഉപാംശു, ചുണ്ടനക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല, അതാണ് ഉപാംശു. ചുണ്ടനക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല, ഉപാംശു. മാനസം, ചുണ്ടു അനക്കുന്നില്ല, മനസ്സുകൊണ്ട് ജപിക്കുന്നുണ്ട്, അതാണ് മാനസം. പിന്നെ ധ്യാനം. ഈ ജപിക്കുമ്പോൾ, പ്രാണായാമം ജപിക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, നമ്മൾ ശരീരത്തിൽ വായുവിനെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുകയല്ലേ ഈ പ്രാണായാമത്തിൽ. അതിനെ പിടിച്ചു നിർത്തുന്നു, അതിനെ വേണ്ട പോലെ ശരീരത്തിൽ സഞ്ചാരത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം നമഃശിവായ എന്ന് ജപിച്ചുകൊണ്ട് നമ്മൾ ശ്വാസം എടുത്താൽ തന്നെ, എന്തിനാ പ്രാണായാമം? ശ്വാസം എടുക്കുമ്പോൾ, ശ്വാസം എടുത്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്, അല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ജപിക്കുകയാണ്, നാരായണ 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 ജപിക്കുന്നത്, നമഃശിവായ ജപിക്കുന്നത്.
നമഃശിവായ അഷ്ടാക്ഷി ആയാലും പഞ്ചാക്ഷി ആയാലും നമ്മൾ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നതായ ഉള്ളിലേക്ക് എടുക്കുന്നതായിട്ടുള്ള വായു എന്ത് സംഭവിക്കും? നമ്മൾ ജപിക്കുന്ന സമയത്ത് ആ വായുവിന് ഇളക്കം സംഭവിക്കും. എന്ത് തരം ഇളക്കം ഉണ്ടാവുക? നാരായണ നാരായണ എന്ന് പറയുമ്പോൾ നാരായണ നാരായണ എന്നുള്ള ശബ്ദത്തിന്റെ ഇളക്കം ആ വായുവിനെ സംഭവിക്കും. ഇല്ലേ? സംഭവിക്കുന്നുണ്ടോ? അപ്പൊ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവില് ഈ ഉള്ളിൽ സഞ്ചരിക്കുന്ന വായു ഇതിന്റെ ഒരു താളം, ഒരു ഋഥം അത് ദേഹത്തിന് സഞ്ചരിക്കാൻ തുടങ്ങും. അല്ലെ? ഈ വേവ് അല്ലാണ്ട് ഈ ഋഥമല്ലാണ്ട് ഒരു സംഭവം നമ്മൾ നടക്കുന്നില്ല. വായു സഞ്ചരിക്കുകയായാലും രശ്മികൾ സഞ്ചരിക്കുകയായാലും വെള്ളം ഒഴുകായാലും എല്ലാറ്റിനും ഒരു താളമുണ്ട്. എല്ലാം വീജികളായിട്ടാണ് സഞ്ചരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതുപോലെ വീജികളായിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ പ്രാണൻ സഞ്ചരിക്കുന്നത്. ആ വീജികളാണ് നാരായണ 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 നാരായണ. ഇങ്ങനെ സഞ്ചരിക്കുന്ന വായുവാണ് ഓരോരിക്ക് പോയിട്ട് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ലിവറിന്റെ പ്രവർത്തനം, ആമാശയത്തിന്റെ പ്രവർത്തനം, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിനെ മുഴുവൻ. അപ്പൊ അവിടെയൊക്കെ എന്താവും? ഈ വായു ചെല്ലുമ്പോ നമ്മുടെ ഹാർട്ട് അടിക്കുമ്പോ നമഃശിവായ 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 നമഃശിവായ. അങ്ങനെ ഇത് എല്ലാ ദിക്കിലെത്തുമ്പോ എന്തായി? ആ വ്യക്തി മന്ത്രസ്വരൂപനാവും എന്നാ പറയുന്നത്. ഇങ്ങനെയാണ് ദൈവീകാംശം. അപ്പൊ നമഃശിവായ എന്നുള്ള ശബ്ദത്തിന്റെ ശക്തി ആ മനുഷ്യന് പ്രബലമാവും. മന്ത്രത്തിന്റെ ശക്തി ദൃഷ്ടമല്ല, അദൃഷ്ടമാണ്. വാക്കിന്റെ ശക്തി അദൃഷ്ടമല്ലേ? അതാ മുമ്പിൽ പാമ്പ്. വാക്കാണ്. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന വികാരോ അദൃഷ്ടമായിരിക്കുന്ന വികാരമാണ്. അല്ലേ? പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ അതാ പാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചില്ലേ? ആ ശബ്ദത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാ പറയുന്നത്. അത് അദൃഷ്ടമായിരിക്കുന്ന ശക്തിയാണ്. അതുമാതിരി മന്ത്രത്തിന്റെ ശക്തി അദൃഷ്ടമാണ്. മന്ത്രത്തിന് അർത്ഥത്തിനല്ല പ്രധാനം, ശബ്ദത്തിനാണ് പ്രാധാന്യം. ജപിച്ചാൽ മതി, അർത്ഥം അറിയണമെന്നില്ല. ഞാൻ മരുന്ന് തന്നാൽ നിങ്ങൾ കഴിച്ചാൽ മതി. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് വിശേഷമുണ്ടോ? ഇല്ല. എന്തൊക്കെയാ കൂട്ടുക? ചേരുവകൾ എന്തൊക്കെയാണ്? ചിറ്റമൃതുണ്ടോ, കടുക്കുണ്ടോ, മുത്തങ്ങയുണ്ടോ? ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ, മാറും. മരുന്ന് കഴിച്ചാൽ മാറുന്നു. അല്ല, ഒക്കെ അറിഞ്ഞ് കഴിച്ചുകൊണ്ട് വിശേഷമുണ്ടോ? വിശേഷമില്ല. അപ്പൊ മരുന്നിനാണ് ശക്തി, അതിന്റെ അറിയലല്ല ശക്തി എന്ന് പറയുന്നത്. പണ്ടൊരാൾക്ക് മരുന്ന് എഴുതി കൊടുത്തു, ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കടലാസ്. കുറച്ച് ദിവസം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് വരൂ. 15 ദിവസം കഴിഞ്ഞ് വന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നന്നായി ഇരിക്കുന്നുണ്ട്. കഴിച്ചോ? കടലാസ് എവിടെ? ഇപ്പൊ പെരുങ്ങ. അല്ല, കടലാസ് എവിടെ? എഴുതി തന്ന കടലാസേ, പ്രിസ്ക്രിപ്ഷനെ. അല്ല, ഇത് കൊണ്ടുപോയി കഴിച്ചോളാൻ പറഞ്ഞില്ലേ? കടലാസ കൊടുത്തേ, ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ചുട്ടിക്കുട്ടി. അസുഖം വേദനെന്നാ പറഞ്ഞത്. പോരെ? ഏകദേശം അതുപോലൊക്കെ ഒപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എവിടെ കടലാസ് കഴിച്ചാൽ അതൊക്കെയോ. എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മരുന്ന് കടയിൽ വെച്ച് മറന്നു എന്നാണ്. നമ്മിന് പേടിക്കാനില്ലല്ലോ, ഞാൻ ചീത്ത അറിയില്ല. മരുന്ന് കടയിൽ വെച്ച് മറന്നു. അപ്പൊ ഇങ്ങനെയുണ്ട്. അപ്പൊ അതുപോലെ അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവണോ? ആ മന്ത്രസ്വരൂപമായിട്ട്. അപ്പൊ ആളുടെ ശക്തി ദൈവിക ശക്തിയായിട്ട് മാറും, അമാനുഷികമായിരിക്കുന്ന ശക്തിയായിട്ട് മാറുക എന്നുള്ളത്. പല ലെവലിലാണ് അത് പ്രവർത്തിക്കുന്നത്. നിർമ്മലാഹ ഉണ്ടോ? ശരീരത്തിന്റെ നൈർമല്യം, മനസ്സിന്റെ നൈർമല്യം, ബുദ്ധിയുടെ ഉണർവ്, ശരീരത്തിലെ എല്ലാ വിഷയങ്ങളെയും പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി, പിന്നെ ദൈവികമായിരിക്കുന്ന ശക്തി. അതാണ് മന്ത്രസ്വരൂപനാവുന്നത് പറഞ്ഞത്. വേറൊരു തലത്തിലെത്തുന്നതാണ് ജപയോഗം. എന്തായാലും പേര് പറയാം? ജപയോഗം. ആ ജപയോഗത്തിനെ ധ്യാനത്തിലേക്കും പ്രാണായാമത്തിലേക്കും ഒക്കെ ബന്ധിപ്പിക്കാനാണ് പറയുന്നത്. ബന്ധിപ്പിക്കണ്ട കേട്ടോ, പറഞ്ഞു തന്നിട്ട് മതി. നാളെ പോയിട്ട് ബന്ധിപ്പിച്ചാൽ അവിടെ ഇരിക്കും. അതാണ് പ്രാണായാമം.
എന്താണ് മന്ത്രം? മനനാൽ ത്രായതേതി മന്ത്രം. മനനം കൊണ്ട് ത്രായതയെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ഇന്നിപ്പോ ഈ മന്ത്രത്തിന്റെ ശക്തിയൊക്കെ സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ തുടങ്ങി. മന്ത്രത്തിന് ശക്തി ഉണ്ടെന്ന് ഉറപ്പാണ്. അതിന് വലിയൊരു സെൻസ് ഒന്നും വേണ്ട നമുക്ക്. വാക്കിന് ശക്തി ഉണ്ടെങ്കിൽ മന്ത്രത്തിന് ശക്തിയില്ലേ? ആന എന്താ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരുടെ മനസ്സിലും 2 കൊമ്പുള്ളതായ വലിയ ചെവിയുള്ളതായൊരു ജന്തു, പശു മനസ്സിലൊന്നും കയറി വന്നില്ലേ? ആന പോയിട്ട് വേറൊന്നായില്ലേ രൂപം? ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ശബ്ദത്തിന്റെ ശക്തിയാണ്. ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രമുണ്ട്. സ്ഫോടശാസ്ത്രം എന്ന് പറയും. സ്ഫോടസിദ്ധി. മണ്ഡന മിശ്രന്റെ സ്ഫോടസിദ്ധി. കശബ്ദ എന്നാണ്, വേറെ ഒന്നുമില്ല ഒരു വിഷയം. ഞാൻ പഠിച്ചൊരു ഗ്രന്ഥമാണ് ഗുരുനാഥന്റെ അടുത്ത്. കശബ്ദ, ശബ്ദം എന്നാൽ എന്താണ്? വേറെ ഒന്നുമില്ല ഒരു വിഷയം. ശബ്ദം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് അർത്ഥം ഉണ്ടാകുന്നത്? രാജ എന്ന് പറഞ്ഞാലും ജര എന്ന് പറഞ്ഞാലും അർത്ഥം മാറാന്ന കാരണം രാജ, 2 വർണ്ണങ്ങളുണ്ട് ഇതിൽ. രാജ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രാജാവിൻ്റെ ഒരു ഭാവന ഉണ്ടായി. അതേ വാക്കുകളെ ഞാൻ തിരിച്ചിട്ടു. ജര, അപ്പോ വയസ്സായിട്ട് ജരയായിട്ടുള്ള ഒരാളുടെ രൂപം. ഒരേ വർണ്ണങ്ങൾ, വ്യത്യാസമില്ലാത്ത വർണ്ണങ്ങളാണ്. അത് മാറ്റിയിട്ട് കഴിയുമ്പോൾ അർത്ഥം മാറിപ്പോയി. കണ്ടോ? ഒരേ ശക്തിയാണല്ലോ രണ്ടിനും. ഇപ്പൊ ജ എന്ന് പറഞ്ഞാൽ രാജ എന്നുള്ളതിലായാലും ജര എന്നുള്ളതിലും ജ എന്നുള്ളതിന്റെ ശക്തി ഒന്നാണല്ലോ. രാ എന്ന് പറഞ്ഞാൽ 2 ശക്തി ഒന്നാണല്ലോ. 2 കൂടി ചേരുമ്പോഴോ വേറൊരു ശക്തിയാണ്. അതതിന്റെ കാരണം. ശർക്കര വേറെ, അരി വേറെ. ചോറിന്റെ സ്വാദ് വേറെ, ശർക്കര പാവ് കാച്ചിയ വേറെ. ഇത് 2 കൂട്ടി ചേർത്ത് പായസാക്കുമ്പോഴോ ഇത് 2 അല്ലാത്തൊരു സാധനമായി മാറി, വേറൊരു സ്വാദായി അല്ലേ? ഇതാണ് സൃഷ്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള നിയമം. കൂട്ടിച്ചേർക്കുമ്പോൾ വേറൊന്നാവും. പഞ്ചഭൂതങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ മനുഷ്യനായി, പശുവായി, ആനയായി, കുതിരയായി, മണ്ണായി, കല്ലായി, ഇങ്ങനെ ലോകത്തെ ജീവജാലങ്ങളെ നോക്കി സൃഷ്ടിക്കുകയാണ്. അപ്പോ നമ്മൾ പ്രാണായാമത്തിന്റെ വിഷയം, ഇന്ദ്രിയാണി വിഷയാൽ അഥാപഹൃത്യാസ്മഹേ ഭവതോപാസനോന്മുഖാ. പ്രാണായാമം കഴിഞ്ഞാൽ പിന്നത്തെയാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം എടുത്തു കഴിക്കുക, അല്ലെ പ്രതി ആഹരിക്കുക. പ്രത്യാഹാരം, പ്രതി ആഹരണം. എന്ത് പ്രതി? എന്ത് പ്രതി? വിഷയാൻ പ്രതി. വിഷയങ്ങളിൽ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. വിഷയങ്ങളിൽ മനസ്സ് വിക്ഷേപിക്കുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്? സയൻസ് പറയുന്നു ആ വസ്തുവിൽ അതിൻ്റെതായുള്ള ഒരു ബ്രില്യൻസ്, ഒരു തേജസ് ഉണ്ട്, ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം നമ്മളുടെ കണ്ണിൽ കൂടി നമ്മളുടെ ഉള്ളിലെത്തി നമ്മുടെ ബ്രെയിനിൽ വരുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ അറിയുന്നത്. അല്ലേ? ആണ്. വസ്തു നമ്മളെ കാണുകയാണോ നമ്മൾ വസ്തുവിനെ കാണുകയാണോ എന്നാ ചോദ്യം. നമ്മുടെ ശാസ്ത്രം പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ വസ്തുക്കളും എപ്പോഴും കാണണം വേണ്ടേ? എല്ലാ ശബ്ദവും എല്ലായ്പ്പോഴും കേൾക്കണം? അതില്ലല്ലോ. ഇല്ല. അപ്പൊ മനസ്സിനോട് ചേർന്നിരിക്കുന്ന ഇന്ദ്രിയാർത്ഥ സംയോഗം, മനസ്സ്, പിന്നെ ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയാർത്ഥങ്ങള്, ഇത് തമ്മിലുള്ള സംയോഗം മനസ്സ് ചേർന്നുണ്ടാവുമ്പോഴാണ് അറിവുണ്ടാവുന്നുള്ളൂ. നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് പലതും കണ്ടു, വല്ലതും ഓർമ്മയുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടു, മനസ്സുകൊണ്ട് കണ്ടില്ല. മനസ്സുകൊണ്ട് കണ്ട ഒരു കാര്യം, ഒരു ആക്സിഡന്റ് കണ്ടു, അത് മനസ്സിൽ തങ്ങി നിന്നു. അത് മനസ്സുകൊണ്ട് കണ്ടതായിട്ട് നമുക്ക് ഓർമ്മിക്കാനും സാധിക്കും. അവിടെ എത്ര ആളുണ്ടായിരുന്നു? അവിടെ ഒരാളുടെയും മനസ്സ്, അല്ല രൂപം, മുഖം മനസ്സിൽ വരുന്നില്ല. കണ്ടു, പക്ഷെ കണ്ടില്ല. കണ്ണുകൊണ്ടല്ല കാണുന്നത്, മനസ്സുകൊണ്ട് കാണും. അപ്പൊ എന്താണ് ഈ പ്രത്യാഹാരം? എന്ത് പ്രതി? വിഷയാൻ പ്രതി. ഇന്ദ്രിയ വിഷയങ്ങളുള്ള ലോകത്തെ, അതിൽ നിന്ന് മനസ്സിനെ പ്രത്യാഹരിക്കുക.
എടുക്കുക. കാരണം എന്താ വെച്ചാൽ ധ്യാനിക്കാതിരിക്കുമ്പോൾ മനസ്സ് കണ്ണുകൊണ്ടില്ലെങ്കിലും സ്മൃതിയിലേക്ക് പോകും. എന്ത് സ്മൃതി? മുമ്പ് അനുഭവമുള്ള വിഷയങ്ങളിലെ ലൗകിക കാര്യങ്ങളിൽ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതാണ് നമുക്ക് ധ്യാനം കിട്ടാത്തത്. ധ്യാനം കിട്ടാതിരിക്കാനുള്ള കാരണം മനസ്സിന്റെ ചാട്ടമാണ്. മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. മനസ്സിന് പല അവസ്ഥകളുണ്ട്. വിക്ഷിപ്തം, ക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. ക്ഷിപ്തം ചിലോ ക്ഷേപിക്കുക, അതിലെന്തെങ്കിലും ഇങ്ങനെ ക്ഷേപിക്കുന്നത് വിഷയങ്ങളിൽ മനസ്സ് പതറി നടക്കുന്ന മനസ്സ് ക്ഷിപ്തം. വിക്ഷിപ്തം ഓരോ വിഷയങ്ങളിലും പ്രത്യേകമായിട്ട് ക്ഷേപിക്കുന്ന മനസ്സ്. ആ മനസ്സിനും ധ്യാനിക്കാൻ പറ്റില്ല. ഏകാഗ്രം, മനസ്സിന്റെ അഗ്രം ഏകമായിട്ട് വരിക, പലതല്ല ഒന്ന്, അവിടെ ധ്യാനിക്കാം. നിരുദ്ധം, അതിൽ തന്നെ ഉറച്ചിരിക്കുന്നതാണ് നിരുദ്ധം. ബാക്കി എല്ലാത്തിനെയും നിരോധിക്കുക. അപ്പോ ധ്യാനിക്കണമെങ്കിൽ ആ മനസ്സിനും ചില ശക്തികൾ വേണം. ക്ഷിപ്തം വിക്ഷിപ്തമായിട്ടുള്ള മനസ്സുകൊണ്ടൊന്നും ധ്യാനിക്കാൻ പറ്റില്ല. ഏകാഗ്രം നിരുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ടേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുവേണം, നമ്മൾ ആ ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെ വളർത്തിക്കൊണ്ടുവരലാണ് നമ്മുടെ പ്രാണായാമവും പ്രത്യാഹാരവും ഒക്കെ. അപ്പൊ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പ്രത്യാഹരിക്കണമെങ്കിൽ പ്രാണായാമം ചെയ്ത് ശീലിച്ചിട്ടുണ്ടാവണം. ആ പ്രാണൻ നമ്മുടെ വശകനാണെങ്കിൽ, കൺട്രോളിലാണെങ്കിൽ നമുക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രാണനെ ഉള്ളിലേക്ക് വലിക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? ഇതാണ് പ്രത്യാഹാരം. കൂർമാംഗാനീവ സർവശ. കൂർമ്മം ആമ, അംഗാനി അതിൻ്റെ അവയവങ്ങൾ. ആകെ തോട് മാത്രമാണ് കൂർമ്മം എന്ന് വെച്ചാൽ. നമ്മൾ കാണുക. അടുത്ത് ചെന്നാലോ തലയും അതിൻ്റെ കയ്യും കാലൊക്കെ അത് ആ തോടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു. പിന്നെ തോട് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണോ, എന്താ കാരണം ഉള്ളിലേക്ക് വലിക്കാൻ? ഭയം. എന്ത് ഭയം? ശത്രുഭയം. അതുപോലെ ധ്യാനിക്കുമ്പോൾ ധ്യാനത്തിന് ശത്രുക്കളായ വിഷയങ്ങളിൽ നിന്ന് ആമ എങ്ങനെയാണോ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ മനസ്സുകൊണ്ട് നമ്മൾ പ്രത്യാഹരിക്കണം. എവിടേക്ക്? ആത്മാവിലേക്ക്. ക്ഷിപ്തമായിട്ടുള്ള മനസ്സിനെ പ്രത്യാഹരിച്ച് ഏകാഗ്രമാക്കണം. ഈ മനസ്സിന് വിചാരിക്കാൻ എളുപ്പമൊന്നുമില്ല. അത് പറയാനൊക്കെ എന്ത് എളുപ്പമറിയാം. ഇപ്പോൾ ഒക്കെ ഏകാഗ്രമായിട്ട് തോന്നുന്നുണ്ടല്ലോ എല്ലാവർക്കും. എന്തെളുപ്പമാണ് പറയാൻ. പക്ഷെ അത് സാധ്യമല്ല. മനസ്സ് ചാടുന്നതാണ്. ഇറ്റ്സ് ടോസിങ് ഓൾ ദ ടൈം. ചാടിക്കൊണ്ടിരിക്കും. മനോ മർക്കണ. മനസ്സ് മർക്കടനാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. മനസ്സ് മർക്കടം എന്ന് വെച്ചാലോ, ഒരു ഭാഗത്ത് ഒരു കൊമ്പിലിരിക്കില്ല അയാൾ. അപ്പ ചാടി അടുത്തടുത്ത് ചാടി, അവിടുന്ന് അപ്പുറത്തേക്ക് ചാടി, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതാണ്. മൈൻഡിസിലേക്ക് ഡീർ, മാൻ പോലെയാണ്. മാൻ നിൽക്കുമോ? ഇല്ല. അതിവേഗമാണ് മാനിന്. അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. ഈ ഒരൊറ്റ സാധനമാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതത്തിൽ, വേറെ ഒന്നുമല്ല. ഉറപ്പാണോ? ഞാനാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം? അല്ല. ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കാന്ന് പറയല്ല, നിങ്ങളുടെ മനസ്സാണ്. മനയേവ മനുഷ്യാണാം. കാരണം ബന്ധമോക്ഷയോഹോ. മനസ്സ് തന്നെയാണ് രണ്ടിനും കാരണം, ബന്ധത്തിനും മോക്ഷത്തിനും. ആ മനസ്സിന്റെ പ്രതീകമാണ് നമ്മൾ പറഞ്ഞ കുണ്ടലിനി. ബന്ധനായ ച മൂഢാനാം സുപ്ത മോക്ഷായ യോഗിനാം ഇന്ദ്രിയാണി വിഷയാൽ താപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഹ. അങ്ങയുടെ ഉപാസനയിൽ ഉന്മുഖന്മാരായിരിക്കുന്ന, അതിൽ വ്യഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടിയ ഭക്തന്മാര് എന്നർത്ഥം. ഭവതുപാസനോന്മുഖ. അവരെങ്ങനെ? ഇന്ദ്രിയാണി വിഷയാൽ താപഹൃത്യാസ്മഹേ. ഇന്ദ്രിയങ്ങളിൽ നിന്ന്, വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് ആസ്മഹേ സ്ഥിതി ചെയ്യുക. ഇതാണ് പ്രത്യാഹാരം. ഇത് രണ്ടിനും കൂടി ലിങ്ക. ഈ പ്രത്യാഹാരം എന്നുള്ളതുണ്ടല്ലോ, ഹഠയോഗം രാജയോഗം. ഹഠയോഗം ശാരീരികമായിട്ടുള്ള യോഗം, രാജയോഗം മാനസികമായിട്ടുള്ള. ഇതിൽ ആസനം പ്രാണായാമം കഴിഞ്ഞാൽ പിന്നെ പ്രത്യാഹാരമാണ്.
അപ്പുറത്ത് ധാരണ, ധ്യാനം, സമാധി. ഇതിന് രണ്ടിനും കൂടി യോജിപ്പിക്കുന്നത് ഏതിനെ? ഹഠയോഗത്തെയും രാജയോഗത്തെയും കൂട്ടി യോജിപ്പിക്കുന്നതായിട്ടുള്ള കണ്ണി. രണ്ട് ബോഗി ഉണ്ടെങ്കിൽ, കമ്പാർട്ട്മെന്റ്, റെയിൽവേയിൽ പണിയെടുത്തവർക്ക് അറിയാം, അതിനെ രണ്ടിനും കൂട്ടി യോജിപ്പിക്കുന്നതായിട്ടൊരു കണ്ണിയുണ്ട്. ട്രെയിനിന്റെ ബോഗിയൊക്കെ നമ്മൾ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നിനെ വലിച്ചുള്ളത് മറ്റേതാണ്. അത് തമ്മിൽ ലിങ്ക് ബന്ധം ഉണ്ടാവില്ല. എഞ്ചിൻ മാത്രം പോകും, മറ്റേതവിടെ കിടക്കും. അപ്പൊ എഞ്ചിനായിട്ട് മറ്റേ യോജിക്കണ്ടേ? ആ യോജിപ്പിക്കല്, അതാണ് പ്രത്യാഹാരം. അതായത് നമുക്ക് ധാരണധ്യാനങ്ങൾ ചെയ്യണമെങ്കിൽ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വേർതിരിക്കണം. ആ വേർതിരിക്കുന്നതായിട്ടുള്ള തന്ത്രം, പ്രവൃത്തി, അതാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം ഇല്ലെങ്കിൽ ഹഠയോഗിയായിട്ട് മാത്രം ഇരിക്കും. എന്നും ആസനം പ്രാണായാമം ചെയ്തിങ്ങനെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. മനസ്സ് വലുതാവില്ല, മനസ്സിലേക്ക് ബന്ധിക്കില്ല എന്ന് പറയാ കാര്യങ്ങൾ. അപ്പൊ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്, മാനസിക യോഗത്തിലേക്ക് ശരീരത്തിനെ ബന്ധിപ്പിക്കുന്നതാണ് പ്രത്യാഹാരം. ഇന്ദ്രിയാണി വിഷയാ താപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ.